കഴിക്കണേ. ഇന്നേതാ ദിവസം? തിങ്കളാഴ്ച. അതല്ല ഡേറ്റ്. 14-ാം തീയതി. ഏത് മാസം? ഫെബ്രുവരി. അപ്പൊ എന്താ വിശേഷം? ഫെബ്രുവരി 14 അതന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ആലോചിക്കണേ? ഫെബ്രുവരി 14 ഇത്ര ആലോചിക്കണ്ട. സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്ക്. ചന്ദനകുളം നേർച്ച എന്താണ് അല്ലേ? അതല്ല. പിന്നെ എന്താ സന്തോഷമുള്ളത് പറയ്. എന്നൊരു ക്ലൂ തരാം. നമ്മുടെ കുടുംബത്തില് സന്തോഷമുള്ളൊരു ദിവസം. നമ്മള് പീഡിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത് അല്ല. അതല്ല. ഞാൻ തയ്യൽ മ്യൂസിയം മേടിച്ച ദിവസം അല്ലേ? അപ്പൊ എന്തിനൊരു മട്ടൻ ചിറ്റിക്കണം അങ്ങോട്ട് പറയുകയും ചെയ്യ എന്താ സംഗതിന്ന്. എന്നാ നിങ്ങൾക്ക് വലിയൊരു ക്ലൂ ഞാൻ തരേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്ത് കിട്ടിയ ദിവസമാണ് ഇന്ന്. എന്നിട്ട് കാലത്ത് പറയണ്ട് നമുക്ക് ഇപ്പളാ പറയണേ. ഓ എന്റെ റബ്ബ്, എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ഇന്നില്ലേ? എന്റെ ബർത്ത്ഡേ ഡേറ്റ് പോലും അറിയത്തില്ലേ? ഓന്റെ ബർത്ത്ഡേ അറിഞ്ഞൂടപ്പ. എനിക്കിതൊന്നും ഓർത്ത് വെക്കാൻ പറ്റൂല. എനിക്ക് അറിയണല്ലേ എന്താ സംഗതി അങ്ങോട്ട് പറയും. മനുഷ്യനെങ്ങനെ മക്കാറാക്കാണ്ട്. ഞാൻ ഒന്നും പറയണില്ല നിങ്ങളോട്. എന്താ പറയുക റസിയക്ക് അറിയാണ്ടല്ലേ? എന്താ ഇത്ര വലിയ സന്തോഷമുള്ള കാര്യം? വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. വേറെന്താണ്? നിങ്ങളെ പോലെ ഒരു മണ്ടനെ ഞാൻ കല്യാണം കഴിച്ച ദിവസമാണ്. വെഡിങ് ആനിവേഴ്സറി ആണോ നിങ്ങളുടെ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. തീരെ ഓർമ്മ ഉണ്ട്. എനിക്ക് അറിയണല്ലേ. ഒന്നാമത്തത് ഈ 10-13 കൊല്ലൊക്കെ ഇങ്ങനെ ഈ ദുരന്തം ആലോചിച്ച് വെക്കുക. അല്ല അങ്ങനത്തെ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ വെക്കുവോ? എത്ര കൊല്ലോ? 14, 15 അല്ല ഇപ്പോ 13 കൊല്ലം. 13 അത് അറിഞ്ഞൂടെ? 12 കൊല്ലേ ആയിട്ടുള്ളൂ. 12 കൊല്ലേ ആയിട്ടുള്ളൂ. റബ്ബേ എന്നെ സമ്മതിക്കണം കേട്ടോ. അത്ര കാലം പിടിച്ചു നിന്ന്. അല്ല ഒരുമിച്ച് നമ്മള് ജീവിച്ചതിന് അല്ലേ? ഇന്നെ സമ്മതിക്കണോ? നിങ്ങളെ സഹിച്ചു നിക്കണേന്. പിണക്കമിടി എന്താണെന്ന് വേണ്ടത് എന്നു പറയും. ഞാൻ കേക്കാ പറയും. അല്ല സാധാ കേക്ക്. കേക്ക് കേക്ക് തിന്നണ കേക്ക്. ആയിക്കോട്ടെ, അതെന്തായാലും മേടിക്കും. ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? ചിക്കൻ, മട്ടൻ, ഏതെങ്കിലും ഒന്ന് പറയും. നല്ല ദിവസമല്ലേ മട്ടൻ മതി. മട്ടൻ ബിരിയാണി മതി. അതാണ് നല്ലേ. മട്ടൻ. പിന്നെ ഓൻ ഐസ്ക്രീം വേണോ? അതെന്തായാലും അതിന്റെ കൂടെ ഉണ്ടാവൂല, അല്ലെങ്കിൽ ഞങ്ങൾ കേറ്റൂലല്ലോ. നമുക്കൊരു സിനിമക്കും കൂടി പോവാ. ഓക്കെ. നല്ല സിനിമ ഏതാ കളിക്കണ്ടോ? അതൊക്കെ നല്ല സിനിമ ഏതെങ്കിലും പോയി കാണാം. ഓനൊന്ന് പുറത്തു പോണെന്നല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, അതൊക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ പോയിട്ട് സാധനം മേടിച്ചിട്ട് വരാ. ഞാൻ വേഗം ബിരിയാണി ഒക്കെ ആക്കൂ. വേഗം നമ്മള് ഭക്ഷണം കഴിക്കൂ. വേഗം സിനിമയ്ക്കും പോകും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഉറപ്പിച്ച് നമ്മൾ ഇന്നൊരു സിനിമയും കാണും, മട്ടൻ ബിരിയാണിയും വെക്കും, കേക്കും മുറിച്ച് കഴിക്കും, ഒക്കെ കഴിക്കും. ഉമ്മച്ചിക്കുള്ള ഗിഫ്റ്റാ. ഇതാണ് ഉമ്മച്ചിക്കുള്ള ഗിഫ്റ്റ്. ഇത് കഴിക്കും. അല്ല പിന്നെ ഇത് കഴിക്കണം. അവർ ഓർക്കാറുണ്ട്. അല്ല സാറ് നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തന്നെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു, ഞാൻ പിടിച്ചോണ്ട് വന്നു. സാർ അങ്ങനെ ഞാൻ ഇവിടെ കൊലക്കുറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് അത് അങ്ങനെ എങ്ങനെ പറ്റും? ഞാൻ ഒരു പണി ചെയ്തിട്ടിരിക്കണ ആളാണ്. ഞാനോട് മലയാളമല്ല പറഞ്ഞ വരാൻ.
സാറേ ഞാൻ നിങ്ങളിലൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് അല്ല നിങ്ങൾ അങ്ങനെ പറയല്ലേ ഇക്ക് കാര്യം അറിയണോ നിങ്ങൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് അകത്ത് പറഞ്ഞാൽ കേട്ടോ ഇത് എന്താ നിങ്ങൾ അങ്ങനെ സംസാരിക്കണത് സാറേ പിന്നെ എങ്ങനെ സംസാരിക്കാം അല്ല നിങ്ങൾ ഇന്റെ കാര്യം എന്താന്ന് പറയും ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറയും കാര്യം ഞാൻ എനിക്ക് അറിഞ്ഞോളാന്ന് പറഞ്ഞില്ലേ അപ്പൊ അറിയില്ല വെച്ച് ഞാൻ എന്റെ പണിക്ക് ഓട്ടെ എന്നാല് എന്നാ നിന്റെ പണിക്ക് കാണിച്ചിരുന്നു നീ എന്ത് ബാ നിങ്ങൾ എന്താ കാണിക്കണ സാറങ്ങള് ഇതൊന്നും ഒരു മര്യാദ ഉള്ള കാര്യമല്ല ഞങ്ങൾ ഒരാളെ പിടിച്ചോണ്ട് ഈ ജാതി വർത്താനം